നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. തെന്നല സർവീസ് സഹകരണ ബാങ്കിൽ ലോകായുക്ത തെളിവെടുപ്പ് നടത്തി. ബാങ്കിലെ നിക്ഷേപകയായ 81 വയസ്സുള്ള മലയമ്പള്ളി രുക്മിണിയമ്മ എന്ന നിക്ഷേപക നൽകിയ പരാതിയിലാണ് അന്വേഷണത്തിനായി തിരുവനന്തപുരത്തു നിന്നും ഉദ്യോഗസ്ഥർ ബാങ്കിലും പരാതിക്കാരിയുടെ വെന്നിയൂരിലുള്ള താമസ സ്ഥലത്തും തെളിവെടുപ്പിനായി എത്തിയത്. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെ എത്തിയ ഉദ്യോഗസ്ഥർ വൈകുന്നേരം 6 മണിയോടെയാണ് പരിശോധന നിർത്തി മടങ്ങിയത്. UDF ഭരിച്ചിരുന്ന ബാങ്കിൽ നിക്ഷേപ തട്ടിപ്പ് നടന്നതിനാൽ ഭരണസമിതി പിരിച്ചുവിടുകയും അഡ്മിനിസ്ട്രേറ്റർ ഭരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 80 കോടി രൂപയോളം തിരിമറി നടന്നതായിട്ടാണ് റിപ്പോർട്ട്. പോലീസിനും സഹകരണ ബാങ്ക് അധികൃതർക്കും 1.5 വർഷത്തിലേറെയായി പരാതി നൽകിയിട്ടും പരിഹാരം കാണാത്തതിനാലാണ് ലോകായുക്തയ്ക്ക് നിക്ഷേപക പരാതി നൽകിയത്. 81 വയസ്സായ വിധവയായ രുക്മിണിയമ്മ ബാങ്കിൽ 12 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് കുട്ടികളില്ലാത്ത വിധവയായ അവർക്കുള്ളത്. മാസം 6000 രൂപ വാടകയ്ക്കാണ് അവർ ഗുരുവായൂരിൽ താമസിച്ചിരുന്നത്. ബാങ്കിൽ നിന്നും പണം കിട്ടാതായതിനെ തുടർന്ന് വാടക കൊടുക്കുന്നതിനും ചികിത്സയ്ക്കും മരുന്നുകൾ വാങ്ങുന്നതിനും ഭക്ഷണത്തിനുമെല്ലാം ബുദ്ധിമുട്ടായതിനാൽ വെന്നിയൂരിലുള്ള ബന്ധുവീടുകളിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. സഹകരണ വകുപ്പ് മേലുദ്യോഗസ്ഥർക്കും പോലീസിനും പരാതി നൽകി 1.5 വർഷമായിട്ടും യാതൊരു നടപടികളും സ്വീകരിക്കാതായതിനാലാണ് ഇപ്പോൾ ലോകായുക്തയ്ക്ക് പരാതി നൽകിയത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.